നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ ഈ മതേതരത്വവും ജനാധിപത്യവും തകർന്ന് എവിടേക്കാണ് പോയത് മാഡം? നമ്മളൊരു പൂജാരിയെ പോലെ പുറത്തിറക്കി 10 വർഷം ഭരിച്ചല്ലോ, രാജ്യത്ത് വികസനം വന്നത് കണ്ടില്ലേ? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സഭാധ്യക്ഷൻ പറഞ്ഞത് ഇനി ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് നിശ്ചയമില്ലാത്തൊരു തിരഞ്ഞെടുപ്പിലാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്, എനിക്കിന്ന് പൂർണ്ണ ബോധ്യമുണ്ട് എന്നാണ്. ഇങ്ങനെ കേരളത്തിലേതടക്കമുള്ള സഭാധ്യക്ഷന്മാർ പറയത്തക്ക രീതിയിൽ ഇനി ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് രാജ്യത്ത് ആശങ്ക ഉണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു വിശേഷണം മോദിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയിട്ടുണ്ട്. ഞങ്ങളും നിങ്ങളും എന്നുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മാത്രം കാണേണ്ടവർ അത് കണ്ടു. നമ്മൾ ഭാരതം എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് കാണേണ്ടവർ അത് കണ്ടോ എന്ന ജനവിധിയിലൂടെ നമുക്കറിയാം ജനങ്ങൾ എങ്ങനെ വിധി എഴുതിയെന്ന്. അടൂർ പ്രകാശ് വരുന്നു, ആറ്റിങ്ങലിൽ നിന്നും അടൂർ പ്രകാശ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും എപ്പോഴും ഉണ്ടാകും. അത് ഞാൻ അവരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, തിരിച്ച് അവർ എന്നിലും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലനം ഇന്ന് ഇവിടെ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഭൂരിപക്ഷം ഞാനല്ല പറയേണ്ടത്. അത് എണ്ണിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം എത്ര ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ആദ്യ അവസാനം അതൊക്കെ ഏതായാലും തെരഞ്ഞെടുപ്പല്ലേ. അപ്പോൾ ആദ്യ അവസാനം ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും നിങ്ങളൊരു ഉച്ച അല്ലെങ്കിൽ ഒരു 3 മണി വരെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഞാൻ അവരെ ഒന്ന് കണ്ടോട്ടോ. അടൂർ പ്രകാശ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. വി ജോയ്ക്ക് വിജയസാധ്യത ഏറ്റവും കൂടുതലുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന LDF ഷുവർ സീറ്റ് എന്ന് LDF ക്യാമ്പ് വിശ്വസിക്കുന്ന ആറ്റിങ്ങലിൽ നിന്നും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. അവിടെ അട്ടിമറിക്കുന്നത് ആരായിരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വി ജോയോ അതോ മുരളീധരനോ? അവിടെയുള്ള SNDP ഈഴവ വോട്ടുകളുടെ സ്പ്ലിറ്റ് എങ്ങനെയായിരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും അടൂർ പ്രകാശ് എത്തുന്നു ആത്മവിശ്വാസത്തോട്. ഒരു ഇലക്ഷൻ മാനേജ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരാളുടെ ഒരു കോൺഫിഡൻസ് അടൂർ പ്രകാശിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ സമയത്തും തോൽക്കുന്നത് ആത്മവിശ്വാസം എല്ലാവർക്കും. അദ്ദേഹം തോറ്റിട്ടില്ല. ജോയും തോറ്റിട്ടില്ല. ജോയി മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുണ്ട്. ആ ജോയിയുടെ വിജയം ഇത്തവണ LDF ഉറപ്പാണെന്ന് പറയുന്നു. ആറ്റിങ്ങലിൽ LDF പരാജയപ്പെട്ടാൽ അത് കേരളത്തിൽ ഒരു സൂചനയായിട്ട് കണക്കാക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കാരണം അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അത് കാസർഗോഡുണ്ട്, ആറ്റിങ്ങലിലുണ്ട്, കണ്ണൂരിലുമുണ്ട്. പാർട്ടിയുടെ തന്നെ ഘടകം നേരിട്ട് ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പിൽ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ LDFന് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ, ജില്ലാ സെക്രട്ടറിമാർക്ക് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു തരംഗം എന്ന രീതിയിലുള്ള വിശദീകരണം മതിയാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുരളീധരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. കേന്ദ്രമന്ത്രിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ അത്ഭുതം സൃഷ്ടിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ ശോഭാ സുരേന്ദ്രനൊപ്പം എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ വി മുരളീധരന്റെ ഭാവിയും വളരെ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി മാറും. കാരണം കഴിഞ്ഞ തവണ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ 4-5 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം ആറ്റിങ്ങലാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ആറ്റിങ്ങൽ ഒട്ടും തന്നെ സുപരിചിതമായ ഒരു മണ്ഡലമായിരുന്നില്ല. ആ ടെറൈനിലേക്ക് വരികയും ഏറ്റവും ശക്തമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ BJPയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കുകയും ചെയ്ത ശോഭാ സുരേന്ദ്രൻ ഇവിടെ BJPയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബഹുമാനപൂർവ്വം BJPയിൽ കാണേണ്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നോക്കൂ, വി മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിൽ ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിട്ടുള്ള ഒരു ABVP, യുവമോർച്ച, പിന്നീട് BJPയുടെ തന്നെ സംഘടനാ സംവിധാനത്തിൽ എത്തിയിട്ടുള്ള ഒരു നേതാവ്. ആ ആളെ രാജ്യസഭാംഗമാക്കുന്നു, കേന്ദ്രമന്ത്രിയാക്കിയിട്ട് അദ്ദേഹത്തിന് നേച്ചർ ചെയ്യാൻ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൊണ്ടാക്കുന്നു, എന്നിട്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന് പറ്റുന്ന വിധത്തിൽ ഒരുക്കി നിർത്തുന്നു, തിരുവനന്തപുരത്ത് ഇരുത്തുന്നതാണ്. സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുള്ള ബിൽഡപ്പ് ചില്ലറയാണോ? നരേന്ദ്രമോദി തന്നെ വരുന്നു, അമിത്ഷാ വന്നിട്ട് ഇവിടെ ലോഞ്ചിങ് നടത്തുന്നു. നമുക്ക് ഇങ്ങനെ കല്യാണം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കുന്നു. അപ്പോൾ ഈ 3 ലോക്സഭാ മണ്ഡലങ്ങൾ അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലോക്സഭാ മണ്ഡലങ്ങളെ വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി BJPക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും സമാഹരിച്ചുകൊണ്ടാണ് ആ മണ്ഡലങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു റിസൾട്ട് അല്പസമയത്തിനകം വന്നു എന്ന് വിചാരിച്ചോളൂ.
അതൊന്നും യാദൃച്ഛികമായി വരുന്നതല്ല, കൃത്യമായ എഫർട്ടോടുകൂടിയ. മറുഭാഗത്ത് നമ്മൾ ഒരു കാര്യമേ ഇല്ല. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ഇവിടെ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് ഈ സ്വാധീനം നഷ്ടപ്പെട്ടിട്ടുള്ള ഉത്തർപ്രദേശിലോ ബീഹാറിലോ അവിടെ സംഘടനാ സംവിധാനം ഒന്നുമില്ല. ഞാനും ദേശീയ കാര്യമാണ് പറയുന്നത്. അതായത് 2014 തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന നരേന്ദ്രമോദി പിന്നെ അന്ന് രാഷ്ട്രപതി ഭവനിൽ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തിരിച്ച് നേരെ 7RCRൽ വന്ന് ചാരുകസയിൽ ഇരിക്കുകയായിരുന്നില്ല. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം 2019 എന്ന ടാർഗറ്റ് ഇട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ആദ്യത്തെ ദിവസം തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിനകത്തൊന്നും ഒരു സംശയവുമില്ല. മറുവശത്ത് നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതിലേക്ക് അത് ഉത്തർപ്രദേശിലായാലും മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ എവിടെയായാലും നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, ആ അന്തരീക്ഷം ബിൽഡ് ചെയ്ത് വരുന്നതിൽ, ഓരോ മണ്ഡലങ്ങളെയും പഠിച്ചുകൊണ്ട് അവിടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവിടെ അത്തരത്തിലൊരു ജനപ്രിയത ബിൽഡ് ചെയ്യുന്നതിൽ ഒന്നും തന്നെ സീരിയസ് ആയിരുന്നില്ല കോൺഗ്രസ് എപ്പോഴും എന്താ ചെയ്യുന്നതെന്നറിയാമോ? കോൺഗ്രസിന് എപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴും കിട്ടുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അത് കേരളത്തിലും അങ്ങനെയാണ്. ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടേ അല്ല UDF അധികാരത്തിൽ വരുന്നത്. UDF അധികാരത്തിൽ വരുന്നത് ഇടതുപക്ഷ സർക്കാരായിരിക്കും. ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടൊരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം അത് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാവരും വളരെ സിമ്പിളായി ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. അഖിലേഷ് യാദവിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓപ്പോസിഷൻ വർക്കേഴ്സ് കെപ്റ്റ് അണ്ടർ ഹൗസ് അറസ്റ്റ് ഇൻ UP എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെ വീട്ടിന്റെ തടങ്കലിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പോസിഷൻ വർക്കേഴ്സ് അല്ലേ?